അടുക്കള കാര്യങ്ങളിൽ അമ്മയെ സഹായിച്ചിരുന്നത് അനിയത്തിയാണെന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ടാ അടുക്കള കയറാനൊരു മടി. സാരമില്ല, അമ്മ എല്ലാം പഠിപ്പിച്ചു തരാം. ഇതാ മേശപ്പുറത്തോട്ട് വയ്ക്ക്. അമ്മയ്ക്ക് ചെയ്യാൻ വയ്യാഞ്ഞിട്ടല്ല, ഭാര്യമാര് വെച്ചു വിളമ്പുന്നത് കഴിക്കാനാ ഭർത്താക്കന്മാർക്ക് ഇഷ്ടം. അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞു പെരുമാറുന്നതാ ഒരു പെണ്ണിന്റെ മിടുക്ക്. അങ്ങനെയൊക്കെയാ നമ്മൾ അവരുടെ മനസ്സിൽ കടന്നുകൂടേണ്ടത്. എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാ മതി. ആദ്യമൊക്കെ ഞാനും ഇങ്ങനെയായിരുന്നു. അന്ന് പെൺകുട്ടികൾക്ക് ഇന്നുള്ള സ്വാതന്ത്ര്യമൊന്നുമില്ലല്ലോ. ഒരു വർഷം വല്ലാത്ത ശ്വാസം മുട്ടലായിരുന്നു. അത് ചെയ്താ കുറ്റമാകുമോ, ഇത് ചെയ്താ കുറ്റമാകുമോ എന്ന് ശങ്ക. അമ്മായിമ്മ പോരെന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് ശരിക്കും അനുഭവിച്ചു. അവരുടെ മുമ്പിൽ നേരെ നിന്ന് സംസാരിച്ചു തന്നെ 2 വർഷം കഴിഞ്ഞ. ഇവിടെ അതൊന്നും വേണ്ടി വരില്ല. ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കേണ്ടത് നീയാ. പിന്നെ ഭർത്താവിന്റെ അമ്മയാണെന്നുള്ള ഒരു സ്ഥാനം മാത്രമേ എനിക്കുള്ളൂ. ഇനി മോടെ ഇഷ്ടത്തിനായി ഇവിടെ സ്ഥാനം. ആട്ടെ, രാത്രിയിൽ ആഹാരം അവിടെ എത്ര മണിക്കാ? ഈ സമയത്താ. ആ, എന്നാ നന്ദനെ വിളിച്ചോളൂ, അമ്മ വിളമ്പാ. ചായ ഇരുന്ന് തണുക്കുന്നു. അവൾ എണീറ്റില്ലേ മോനെ? ഉണർന്ന് കിടക്കാന്നാ തോന്നുന്നത്. എന്നാൽ ഇനി അവൾ എണീറ്റിട്ട് ചൂടാക്കാം. അമ്മേ, അമ്മ ശ്രദ്ധിച്ചോ? അവൾക്ക് എന്തോ ഒരു പ്രയാസം. വന്ന് കയറിയപ്പം മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ. എന്തു പ്രയാസം? അമ്മ എന്നെ മറക്കണ്ട. അമ്മയ്ക്കും തോന്നിയില്ലേ? നമുക്ക് തെറ്റുപറ്റിയോ അമ്മേ? ആതിരയുടെ ഇഷ്ടം നോക്കാതാണോ വിവാഹം നടത്തിയത്? നിന്നോട് ഇതൊക്കെ ആര് പറഞ്ഞു? ജനിച്ച വീടും അച്ഛനെയും അമ്മയൊക്കെ വിട്ടിട്ട് വന്നതല്ലേ. പുതിയ ചുറ്റുപാടുമായിട്ട് ഇണങ്ങിച്ചേരാൻ ബുദ്ധിമുട്ട് കാണും. അതെനിക്ക് അറിയാഞ്ഞിട്ടല്ല, അതെല്ലാ പെൺകുട്ടികൾക്കും ഉള്ളതല്ലേ. ഇതല്ല, എന്നോടെന്തോ ഇഷ്ടക്കുറവുള്ളതുപോലെ. വേണ്ടാത്തതൊന്നും ചിന്തിക്കണ്ട. അവൾ ഇങ്ങോട്ട് വന്നിട്ട് കുറച്ച് ദിവസങ്ങളിലേ ആയുള്ളൂ. എല്ലാം നേരെയാകുമെന്ന് സമാധാനിക്ക്. ഇന്നെന്താ പല്ലുതേപ്പും കുളിയൊക്കെ വേണ്ടാന്ന് വെച്ചോ? എന്താ സുഖമില്ലേ? ഇരിക്കെ. ആതിരയ്ക്ക് ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തുറന്നു പറയണം. എന്നോട് പറയാൻ മടിയാണെങ്കിൽ അമ്മയോട് പറഞ്ഞാൽ മതി. അമ്മയെ ഒരു അന്യായിട്ട് കാണരുത്. അമ്മ വെറും പാവാ. കാര്യമായിട്ട് എന്തോ പ്രയാസമുണ്ട്. മുഖം കണ്ടാലറിയാം. ഞാനത് അമ്മയോട് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞ എന്താണെന്നറിയാവോ? വീട് വിട്ട് നിൽക്കുന്നതിന്റെ ആണെന്ന്. അത് തന്നെയാവും കാരണമെന്ന് ഞാൻ ആശ്വസിച്ചോട്ടെ. എന്തായാലും തുറന്നു പറയാൻ മടിക്കണ്ട. എനിക്കൊരു പ്രയാസമില്ല. നീ വേഗം കുളിച്ച് റെഡിയാവും. നമുക്ക് ഒന്ന് പുറത്തോട്ട് പോണം. ചെല്ല. സത്യം പറഞ്ഞാൽ ഒരു വിവാഹ ജീവിതത്തെ കുറിച്ച് ആലോചിക്കുമ്പോ എനിക്ക് ആശങ്കയുണ്ടായിരുന്നു. എന്താശങ്ക? കാലം തെറ്റിയുള്ള വിവാഹമാവുമ്പോ വല്ല പ്രേമനൈരാശ്യവും പിടിപെട്ട് കെട്ടുപ്രായവും കഴിഞ്ഞു നിൽക്കുന്ന പെണ്ണിനെ കെട്ടേണ്ടി വരുമോ എന്നുള്ള ആശങ്ക. ഇപ്പൊ ഉണ്ടോ? ഇല്ല. മറ്റൊരുവന്റെ ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിക്കാത്ത ഒരുവളെ ഭാര്യയായി കിട്ടുന്നത് മഹാഭാഗ്യമാണല്ലേ? എന്റെ മനസ്സിൽ മറ്റൊരുവന്റെ ഓർമ്മകളില്ലെന്ന് നന്ദേട്ടൻ എങ്ങനെ അറിയാം? ഉണ്ടോ? ദേ, നെഞ്ചിടിക്കുന്നുണ്ടല്ലേ? പേടിക്കണ്ട, എന്റെ മനസ്സിൽ അങ്ങനെ ഒരു കോന്തനും ഇല്ല. സത്യം? സത്യമായിട്ടല്ലേ വിശ്വാസാവൂ? വേണ്ട, എനിക്ക് വിശ്വാസം. നന്ദേട്ടനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയ ഞാൻ എത്ര ഭാഗ്യവതിയാ. തുറന്നു പറയണം, ആതിരയുടെ ഇഷ്ടവും ഇഷ്ടക്കേടും മനസ്സിലാക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ? ഇല്ല. കല്യാണം കഴിഞ്ഞിട്ട് മാസം 3 ആയില്ലേ? എന്നെ ഇതുവരെ നന്ദേട്ടൻ കോടതിയിലൊന്ന് കൊണ്ടുപോയോ?
അഡ്വക്കേറ്റ് നന്ദകുമാർ കോടതിയിൽ ഷൈൻ ചെയ്യുന്ന കാണാൻ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് കൊതി കാണില്ലേ? അത്രേ ഉള്ളൂ. നല്ലൊരു കേസ് വരട്ടെ, അപ്പൊ കൊണ്ടുപോവാം. അപ്പൊ ഇപ്പൊ വക്കീലിന് കേസൊന്നും ഇല്ലേ? അയ്യോ, ഇപ്പൊ ഉള്ളത് മോഷണം, പിടിച്ചുപറി, അതിർത്തി തർക്കം, ഇതൊക്കെയാ. ഗായത്രി മേനോൻ കൊലക്കേസിന്റെ വാദം തുടങ്ങട്ടെ, അപ്പൊ കൊണ്ടുപോവാം. മണി 12. തൽക്കാലം കേസ് കിട്ടഴിക്കണ്ട, ബെഡ്റൂം അതിനുള്ളതല്ല കേട്ടാ. ഞാൻ വീട്ടിൽ പോയിട്ട് വരിക. അമ്മ പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് പോന്നിട്ടുണ്ടെന്ന്. വക്കീലെന്തി വഴി തള്ളിട്ട് പോയ? അങ്ങനെ വഴി തള്ളിയിട്ട് പോകുന്ന വക്കീലല്ല, ഇവിടെ അടുത്തൊരു കൂട്ടുകാരന്റെ വീട്ടിൽ പോയതാ. ഇപ്പൊ എത്തും. എത്തിയല്ലോ. ഹായ്. എന്റെ അമ്മോ, ഭയങ്കര ആയുസാ. തല്ലി കൊന്നാലും ചാവൂല. നന്ദേട്ടാ, നമുക്ക് ഓഫീസിലൊന്ന് കയറാം. എനിക്ക് മിസ്സിസ് ആതിര നന്ദകുമാറിന്റെ ചെറിയൊരു ഹെൽപ്പ് വേണം. പണ്ടാണെങ്കിൽ ആരോടും ചോദിക്കാതെ പറയാതെ വിളിച്ചോണ്ട് പോകാമായിരുന്നു. ഇനിയിപ്പോ അത് പറ്റില്ലല്ലോ. അതിനെന്താ, നമുക്ക് പോകാലോ അല്ലേ? വന്നോന്ന് ആതിര നന്ദകുമാറിന്റെ ഹെൽപ്പ് ഇല്ലാതെ പറ്റില്ല എന്നായിട്ടുണ്ടല്ലേ? ഇങ്ങോട്ട് പോകാം. ഇനി ഇപ്പൊ ഓസിനൊന്നും പറ്റില്ല. അത് ശരിയാ. ജോലി ചെയ്യണമെങ്കിലേ ന്യായമായിട്ടുള്ള പേയ്മെന്റ് തന്നെ വരേണ്ടി വരും. പേയ്മെന്റ് തന്നില്ലെങ്കിലും മൈൻഡ് അങ്ങ് പേ ചെയ്തേക്കാം. മതിയോ? നിങ്ങൾ വിട്ടോ, ഞാൻ ബൈക്ക് വന്നോളാം. ഉണ്ണിയേട്ടൻ ഇത്ര ധൃതി വെച്ച് എങ്ങോട്ടാ? മരിക്കാൻ കോടതിയിലോട്ട്, അല്ല പിന്നെ എങ്ങോട്ടാ? എന്നെ എന്റെ ഓഫീസിൽ ഇറക്കി വിട്ടിട്ടല്ലേ ഉണ്ണിയേട്ടൻ പിന്നെ പോകുന്നത്? ആ പതിവ് ഞാൻ നിർത്തി. നിർത്താൻ എന്താ സർക്കാരിന്റെ ആനുകൂല്യമാണോ? അതിന്റെ കാരണം എനിക്ക് അറിയേണ്ടത്. കാരണത്തല്ല നീ ഇപ്പൊ പിടിച്ചിരിക്കുന്നത്. എടി, ഒരു പെണ്ണിനെ പെണ്ണാക്കുന്നത് അവളുടെ മുടിയാണ്. തൊഴാം വാർ മുടിക്കും മുടിക്കും എന്ന് കവികൾ പറഞ്ഞിരിക്കുന്നത് വെറുതെ അല്ല. നിന്നെ ഈ കോലത്തിൽ കാണുമ്പോ ചില ധീരകൃത്യങ്ങൾ ചെയ്തതിന് ചില പെണ്ണുങ്ങളെ മൊട്ടയടിച്ച് കോടതി കൊണ്ടുവരുന്നതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതിന് ഞാൻ മുഴുവനും കാണുന്നില്ലല്ലോ. ഉണ്ണിയേട്ടന് വേണ്ടി കുറച്ച് നിർത്തിയിട്ടില്ലേ? നിർത്തിക്കോ, പരുവുമ്പോ ഞാൻ മൂടോടെ വെട്ടിയെടുത്തോളാം. അതും കൂടി വടിച്ചിറക്കിട്ട് ഏതെങ്കിലും ആശ്രമത്തിൽ പോയി ഇരിക്കടി. പുണ്യം കിട്ടില്ലെങ്കിലും കാശ് കിട്ടും, ഉറപ്പാ. മിണ്ടി പോരുത്, എന്റെ കണ്ണു വെട്ടത്തു പോ. മുടിഞ്ഞവളെ, മുടി കളഞ്ഞവളെ. മുടി കൊടുത്ത പ്രാന്ത് തോന്നാൻ ഇയാൾ എന്തോന്ന് വെളുത്ത ആദിവാസിയാ? സാർ, ചന്ദ്രബാനുവിന്റെ ഫോൺ ഉണ്ടായിരുന്നു. എന്താ? സാറിന്റെ വൈഫിന് പെട്ടെന്ന് എന്തോ സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. പേടിക്കാനൊന്നുമില്ല, ഒരു ചെറിയ തലയിറക്കം. നൗ ഷീസ് ഓക്കെ. അഡ്വക്കേറ്റ് നന്ദകുമാറിന് ഒരു ജൂനിയർ ഉണ്ടാകാൻ പോകുന്നു. റിയലി? അകത്തുണ്ട്, ചെല്. ഞാൻ ഈ മരുന്ന് വാങ്ങിച്ചിട്ട് പോരാ. ഉറക്കമാണോ? ഏയ്, ഞാൻ കേട്ടത് നേരെ.